Hello guys, welcome back to my channel. Hello guys, welcome back to my channel. Welcome. Hello guys. Hello. Hello guys, welcome back to our channel. Okay, ഇന്ന് നമ്മളൊരു ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. എന്താ ചാലഞ്ച്? Guessing the female products. Simple. Okay, ഇവര് 3 പേരാണ് നമ്മളെ ഇതിലത്തെ മെയിൻ ആൾക്കാർ. ഇവര് ഫീമെയിൽ പ്രൊഡക്ട്സ് എന്താണെന്ന് ഗസ് ചെയ്യണം. ഞാൻ അതിൽ ഓരോ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ശ്രീകുട്ടനായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് യൂസിംഗിലും പറഞ്ഞാൽ മതി. ഓക്കെ, നോട്ട്സ് എടുക്കും. അല്ലാണ്ട് ഒരാൾ പറഞ്ഞ എല്ലാരും അത് പറയൂ. ശരി, ഫസ്റ്റ് കാണിക്കാൻ പോണേ. കണ്ടല്ലോ സാധനം, ഇതില് സാധനം ഇത് സാധനം സിമ്പിൾ ആണ്. കണ്ടില്ലേ? എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. പറയുമ്പോ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? തോന്നുന്ന സാധനം എഴുതിയാൽ മതി. അറിയണമെങ്കിൽ ഇതൊക്കെ നമ്മളെ കണ്ടില്ലേ? ഇതെന്താന്ന് എല്ലാരും ഇല്ല. ഓക്കെ ഓക്കെ, ശരിയാ. ഫസ്റ്റ് നീ പറഞ്ഞു. എന്തിനാ ഐബ്രോ പ്ലക്ക് ചെയ്യുന്നത്? ഐബ്രോ. ഓക്കെ, ഇനി ഞാൻ ഇത് പുരികം മധ്യത്തില്ല ഈ കണ്ണിൻ എന്തിനാ പ്ലക്ക് നീ പറഞ്ഞു. ഇനി നീ പറഞ്ഞു ഐബ്രോസ് നേരെ സെറ്റ് ആക്കുന്നേ. ഇനി ഐബ്രോ കട്ടർ. അല്ലല്ല, ഇങ്ങനെ നെക്കിയാല് ഐബ്രോ ആണോ ഐലാഷസ് ആണോ? ഐലാഷസ് കണ്ണിന്റെ അല്ല, ഐലാഷസ് ആണ്. അല്ല, പറഞ്ഞില്ലേ? ആൻസർ എന്നാ? 3 പേരും തെറ്റാണ്. കാണിക്കുന്ന കണ്ണ് പറയുന്നത് പിരിക. ശ്രീകുട്ടൻ കുറച്ച് കളിച്ചിട്ടുണ്ട്. എങ്ങനെ എന്തോ ഐബ്രോ ആണ് ആദ്യം. ഐലാഷസ് കൊടുക്കാം. ഞാൻ പറഞ്ഞു. ഇത് ഐലാഷസ് കേൾ ചെയ്യുന്നത്, മേലോട്ടേക്ക് ഐലാഷസ് ആക്കുന്നത്. സെറ്റ് ചെയ്ത് അപ്പൊ എന്താ, ശ്രീകുട്ടന് ഹാഫ് വേണം. കട്ടർ എന്നല്ലോ ഏകദേശം ഇതാണ് ഐലാഷസ്. ഐബ്രോ ഐലാഷസ് ഒക്കെ ഒന്നാ. ഇവർക്കൊക്കെ അതൊന്ന് ആൻസർ പറഞ്ഞേ. കൊണ്ടുവല്ലേ എന്നെ 6 നെട്ടാ മതിയില്ലേ? എന്താ ചെയ്യാ, യൂട്യൂബർ ആയി പോയി. അല്ല, ഇവരെന്താ ജഡ്ജസ് ആണോ ബാക്കിൽ? അതന്നെ, കോപ്പി അടിക്കുന്നുണ്ട്, ഗൂഗിൾ അടിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കാണേ. ഓക്കെ, കണ്ടോ? നെക്സ്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. ഇത് മറ്റേ രാജാവിന്റെ സാധനം. അടിപൊളി ഗസ്റ്റ് ഇല്ലേ? എനിക്ക് മനസ്സിലായില്ല. നോക്കട്ടെ. ഓക്കെ, ഇവിടെ ഒരു വട്ടം, ഇവിടെ വേറൊരു സാധനം. ആ, എന്താ ചാൻസ് ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലേ ഗേൾസ് യൂസ് ചെയ്യുന്നത്? മതി. ഇനി പറ. ഓക്കെ, കൊടുക്ക് ആയിട്ട് ചെയ്യുന്നുണ്ട്. ആ, അവിടെ കോപ്പി അടിക്കുന്നുണ്ടോ? എന്തെങ്കിലൊക്കെ പറയണ്ടേ? ഓക്കെ, എഴുതി. നീ എഴുതിയാ? നെയില്. ഓക്കെ, നീ അല്ല, ഞാൻ ഒരു മാല അങ്ങനത്തെ എന്തോ ഒരു ഐറ്റം ഇങ്ങനെ ഇവിടെ ഇടുന്ന എന്തെങ്കിലും ഒരു മാലയോ? ബ്രേസ്ലെറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐ ഡോണ്ട് നോ. ഇത് തുന്നാൻ വേണ്ടിട്ട് ഉപയോഗിക്കും. നേരെന്താ വോയിസും ചെയ്തോടെ. വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഓ, നെക്സ്റ്റ് അറിഞ്ഞേക്കണല്ല. കണ്ടോ? ഇത് എട്ടനാരായിരിക്കും കല്യാണം കഴിക്കണം നേരത്തെ. കല്യാണം കഴിച്ചിട്ട് കാര്യം തോന്നില്ല. എല്ലാരും കിട്ടിയോ? സിമ്പിൾ. ഇത്രയും കോൺഫിഡൻസ് വേണ്ട രാഹുലേട്ടാ. കോമഡി ആവട്ടോ ഓവർ കോൺഫിഡൻസ് ആണ്. ഓക്കെ. ഓവർ കോൺഫിഡൻസ്. ഓക്കെ, ഓക്കെ, നിങ്ങൾക്കോ? ഇതുള്ളതല്ലേ മറ്റേ പ്ലക്ക് ചെയ്യുന്ന എല്ലാം മീശയൊക്കെ പെണ്ണുങ്ങൾക്ക് ഇവിടുത്തെ ഈ മീശൊക്കെ ഇങ്ങനെ പ്ലക്ക് ചെയ്തെടുക്കുന്നില്ലേ?
അതായത് ഇവിടെ ഹെയർ വരൂലേ, അത് പ്ലക്ക് ചെയ്തെടുക്കുന്ന സാധനം പ്ലക്കർ, അതാണ് അതിന്റെ യൂസ്. ഹെയർ പ്ലക്ക്. ഹെയർ പ്ലക്കർ ഇവൻ കറക്റ്റ് കംപ്ലീറ്റ് പറഞ്ഞു. അപ്പൊ ഞാൻ പ്ലക്കർ, അപ്പൊ ഒരു പോയിന്റ് അടുത്തടുത്ത് ഇത് കോഴിമുട്ടല്ലേ? നിങ്ങളെല്ലാം എഴുതി ക്യാൻസർ എഴുതി വെക്ക്. ഞാൻ ഇത് കിട്ടിയോ? ശരിയല്ലെങ്കിലും എന്താണ് യൂസ്? കൊറേ എഴുതുന്നുണ്ട്. അതല്ല ഈ സെയിം സാധനം നിങ്ങള് പറയണ്ട, ഞാൻ എഴുതിയില്ലാന്ന്. ഈ സാധനം നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുന്നത് ആ വെറുതെ അല്ല. അല്ല എന്നാ ഇവിടെ മറ്റേ മേക്കപ്പ് കഴിഞ്ഞിട്ട് അവസാനം ബ്ലഷ് എന്താണ് ബ്ലഷ്. അവസാനം ഇടുന്ന യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യുന്നത് അവസാനം ഇങ്ങനെ അവസാനം നടക്കുന്നത്. വെച്ചിട്ട് മേക്കപ്പ് ഇട്ടിട്ട് ഇങ്ങനെ സെയിം തന്നെ. അതായത് നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് അതിലൊരു ഓർഡറിലേക്ക് ആക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ അപ്പൊ മേക്കപ്പ് ഇടുമ്പോഴേക്ക് എന്ത് ചെയ്യണം? മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് മറ്റേ ഡ്രൈ സ്കിൻ ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന Okay. ഇത് സീറോ. നമ്മളത് കറക്റ്റാ മേക്കപ്പ് ഇടാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത്. മേക്കപ്പ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ തോണ്ടിട്ടുണ്ട്. അല്ല, ശ്രീകുട്ടേട്ടൻ ഉദ്ദേശിച്ച സംഭവം ഇങ്ങനെ മേക്കപ്പ് ഇട്ടിട്ട് ഇങ്ങനെ അവസാനം ഉണ്ടാവില്ല. അതായത് കുട്ടിക്ക് ബ്ലഡ് എന്ന് പറയാൻ അറിയില്ല. നമ്മൾ ബാർബർ ഷോപ്പിൽ വരുമ്പോ ഇങ്ങനെ സെറ്റ് അത് ചെയ്ത് പറയാൻ ലാസ്റ്റ് ഇതാ കാണാൻ എന്നിട്ട് പറയും സിഗ്മ. ഓക്കെ, നെക്സ്റ്റ് ആണ്. എഴുതണേ, പറഞ്ഞാ ഓക്കെ പേര് പറയേണ്ടി വരും. ആ, അതാ ഞാൻ പറഞ്ഞത്. ഓ അതിന് മേലൊന്നും പേരില്ല, അത് ബ്രാൻഡിന്റെ പേരേ ഉള്ളൂ. ആ ബ്രാൻഡിന്റെ പേര് എഴുതിയതില്ല. എഴുതി മോനെ, എഴുതി. എല്ലാരും എഴുതിയാ? ഞാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല ഇവിടെ കണ്ടു. കണ്ണേട്ട യു ക്യാൻ. അല്ല പേരല്ലെങ്കിൽ എന്തെങ്കിലും ഇത് എഴുതിയാൽ മതി. എന്റെ പർപ്പസ് പറഞ്ഞ സാധനമൊക്കെ ഓർഡർ ചെയ്തിരിക്കും, പക്ഷെ ഒന്നും പേര് ഓർമ്മ യൂസും അറിയില്ല. മറവിയാണ് എന്റെ കുഴപ്പമൊന്നൊക്കെ. എന്താണ് തെറ്റപ്പോ അങ്ങനെ അറ്റ്ലീസ്റ്റ് എന്താണ് അതിന്റെ അടുക്കെത്തുന്ന എനിക്ക് പേരറിയില്ല. നിങ്ങൾക്ക് എന്തായാലും അത് പറഞ്ഞാൽ അറിയുന്നു എനിക്ക് തോന്നുന്നു. ഓക്കെ, കഴിഞ്ഞാ? ഓക്കെ, ഇനി പറഞ്ഞു. ഒരു മിനിറ്റ്. ഈ പറഞ്ഞു അവിടെ വലിയ എസ് ഒക്കെ എഴുതുന്നുണ്ട്. ഫൗണ്ടേഷൻ മേലെ ഇങ്ങനെ ഫൗണ്ടേഷൻ. കോമ്പാക്ട്. ഇതാണ് കോമ്പാക്ട് കോമ്പാക്ട് ആ അതല്ലേ ഞാനും പറഞ്ഞ സെറ്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല, പേരറിയില്ല. വേറെ സാധനം ഓക്കെ, അതാണ്. കല്യാണം കല്യാണം കഴിഞ്ഞാലുള്ള ഇതില്ലേ ബെനിഫിറ്റ്സ് ഇല്ലേ? ആ ഗുണാണ്. ബാംഗിൾസ്. ആരും ഒരു റിയാക്ഷൻ കൊടുക്കല്ലേ. ഇവര് ചിയർ ഗേൾസ് ആണ് ബാക്കിൽ ഓക്കെ, ഇനി എഴുതിക്കോളെ. ഇത് യൂസ് ചെയ്യൂ. തോന്നിയില്ല. നീ ഇത് പറഞ്ഞാൽ മതി. പിന്നാണോ പിന്നാണോ ഇതെന്താന്ന് പറഞ്ഞാൽ ഓക്കെ. കിട്ടിയില്ല, എല്ലാരും എഴുതിയില്ലേ? ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞോ. മുടി ചെടി പറക്കുന്ന ഓക്കെ, നെക്സ്റ്റ്. അത് നമ്മൾ ഈ മുടിന്റെ ഓരോരോ കോർണറിൽ ഇങ്ങനെ ഈ ഇങ്ങനെ അറിയില്ല അറിയില്ല അതെ ഫസ്റ്റ് കാണുന്ന എല്ലാവരും അങ്ങനെ തന്നെയല്ലോ. കറക്റ്റ്. അല്ല എനിക്കാരെ മാർക്കാണ് എനിക്കാരെ മതി. ഞാൻ എഴുതിയിട്ടില്ല. കേളിയാന്ന് പറഞ്ഞില്ലേ? ആ കേളെന്ന് അത്ര ഇത് വേണ്ട കേട്ടോ. അത്ര ഇത് വേണ്ട. ഓ, ഓനെന്തൊരു സിംപ്ലിസിറ്റി. ആയെന്നെ. താങ്ക് യു ഓക്കേ. ഞാനില്ല കളിക്ക്. എന്തിനാ ഉപയോഗിക്കണേന്ന് മതി. എന്തിനാ അത് വെക്കണ അവിടെ അതെന്തിനാ വെക്കുന്നതെന്ന് പറ. വെക്കണേ. എന്നിട്ട് തിരിച്ചു പിടിച്ച് സ്കോർ ചെയ്യാ. ഞാൻ തിരുമ്പി വന്നിട്ട് നീ പറയൂ. മുഖത്തിനടിയില് മൂക്കിനടിയിലൊക്കെ ഇതിന്റെ അടിയോ മൂക്കിന്റെ അടി ഇവിടെയാ. മാസ്ക് ആ, next. ഞാൻ ready. നോസ് മാസ്ക്. അത് നീ എന്തിനാണ് അതെന്തിനാ അത് പിക്ചർ കണ്ടിട്ടല്ലേ? എന്താ അത് use മേക്കപ്പ് മേക്കപ്പ് ചെയ്യുമ്പോ ഈ ഭാഗത്ത് മേക്കപ്പ് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ആണ്. അല്ല, ഇവിടെ മാത്രം മേക്കപ്പ് ഇടാത്ത മൂക്കിനോട് ഇത്ര ദേഷ്യം. ആവണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇത് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗവും അങ്ങനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി അല്ല ഞാൻ തോറ്റി. കണ്ണേട്ട കറക്റ്റ് ചെയ്തില്ലേ? ഇവനും സൈക്കോട്ടനും എന്താണ് ബ്ലാക്ക് ഹെഡ് റിമൂവറിന് ഹെയർ? കണ്ടേ? ഇരിക്കാനാ? ഇതാ കണ്ടേ? ഞാൻ കണ്ടില്ല. കണ്ടേ? ഇതാ കണ്ട്. നല്ല Now,
ഓക്കെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, അതാണ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അല്ല എന്നാ ഒന്നുകൂടി കാണണം. വേണ്ട ഏറ്റവും ഈസിയസ്റ്റ് ആണ് ഇത്, ഈസിയസ്റ്റ്. എത്ര എക്സൈറ്റ്മെന്റ് ലിപ് ബാം. ഓക്കെ, ഞാൻ ലിബാമനെ 3 വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ലിപ് ബാമാന്ന് തെറ്റാന്ന് പറഞ്ഞത്. ആരാണ് ബ്ലഷ് ലിപ്സ്റ്റിക് അല്ല ഉറപ്പാ അങ്ങനെ ഇത്ര എളുപ്പമായിട്ട് തരുന്നു കണ്ട ശ്രീക്കുട്ട കണ്ട സിമ്പിൾ കണ്ടല്ലോ. ഓക്കെ, ഫേസ് മസാജർ ഫേസ് മസാജർ എന്തിനുള്ള ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിട്ട് ഈ കവളൊന്ന് തുടുക്കാൻ വേണ്ടിട്ടാ ബബ്ലിയാണെങ്കിൽ എനിക്ക് ഫുൾ 0. തുടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ അപ്പൊ എനിക്ക് 0. നീ പറഞ്ഞ പബ്ലി പറഞ്ഞ അതെ ശരിയാ ഫേസ് മസാജർ അതിന് മാർക്കൊന്നും സർക്കുലേഷൻ നമുക്ക് ഇതാണ് ഞങ്ങൾക്ക് ഇനി ജാതകം അറിയില്ല മസാജറിന് ഹാഫ് തരാം, ശരിക്കും സ്ലിമ്മിങ് ടൂളാണ്. സ്ലിമ്മിങ് അന്നേരം ബബ്ലി എല്ലാവർക്കും അറിയാണെങ്കിൽ ഒന്നാവൂല. സിമ്പിൾ. ഇത് രാഹുലായിട്ട് ഗസ് ചെയ്യും. ഇത് ഞാൻ യൂസ് ആരും ചെയ്യാം പറയോ സിമ്പിൾ സിമ്പിൾ. ഇത് ഞാന് ഇത് എന്താണ് എന്തിനു യൂസ് ചെയ്യുന്നത് അത് പറയണം. അത്രല്ലോ നിങ്ങളെല്ലാം ആർക്കും വാങ്ങി കൊടുത്തു, ഞാൻ ആർക്കും വാങ്ങാനില്ല. എന്തായാലും പറയണം. അതോ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മളെ റൂമിൽ മ്യൂസിക് ഈ കളവ് പോകുന്നുണ്ട് ഞെട്ടുന്ന രഹസ്യം എക്സ്ക്ലൂസീവ് ആണ് മറ്റേ ഫേസ് റിമൂവൽ. നെക്സ്റ്റ് അതന്നെ നമ്മള് ഫേസ് ചെറിയ രോമങ്ങളൊക്കെ മാറി അതന്നെ താടി ഷേപ്പ് ആക്കി ഞാൻ ഫേസിൽ യൂസ് ചെയ്യാം. ഫേസിലുള്ള. ഒന്ന് ഓക്കെ, നെക്സ്റ്റ് ആണ് ഷുഗർ ആണോ ഷുഗർ ഇതാ ഇത് സിമ്പിള് ഓക്കെ എനിക്ക് മനസ്സിലായി. ഓക്കെ ഒന്ന് കാണിച്ചു തരുമോ? ഇത് ഞാൻ പറഞ്ഞോ കണ്ണ. കണ്ണിന്റെ മേലെ ഇങ്ങനെ ഇടുന്ന ഓക്കെ, ഐഷാഡോ ഹൈലൈറ്റർ നമുക്ക് ഇങ്ങനെ ഈ ഇവിടെയൊക്കെ നല്ല തിളക്കം ഇവിടെയൊക്കെ അപ്പൊ തിളക്കം. അല്ല ഐഷാഡോ ഒരു പർപ്പസ് നമ്മൾ പറഞ്ഞു അപ്പൊ ഒരു 1/4 പർപ്പസ് എല്ലാവരും equal അല്ല. പർപ്പസ് ഇല്ല. ഔദാര്യം വേണ്ടല്ലേ ഇത് മിക്സിന്റെ ചാറല്ലേ എടാ നിങ്ങൾ നല്ല പറ. ഇലക്ട്രോണിക് സാധനം അറിയാമോ എനിക്കറിയില്ലാമേ എന്തെങ്കിലും എഴുതി വെച്ചാലേ എന്തെങ്കിലും കിട്ടിയാലോ. കറക്റ്റ് ആക്കിയ കണ്ണ ഇവിടുന്ന് ട്യൂഷൻ എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാം. കിട്ടിയാ നിക്ക് മിക്സിന് ചാർന്ന് അറിയാൻ പറ്റുമോ മിക്സർ എടാ പെണ്ണ് മിക്സി ആയിട്ട് എപ്പോഴും ബന്ധമുണ്ട് ഇങ്ങനെ പറയല്ലേ. കഴിഞ്ഞ് നിക്ക് ഞാൻ ഞാൻ പറഞ്ഞില്ലേ പക്ഷെ വെള്ളം മറ്റേ മൂക്കത്ത് മൂക്ക് തന്നെയാ എന്താ ഈ മൂക്കുത്തി എടുക്കാൻ ബുദ്ധിമുട്ടുമ്പോ ഓണം മിക്സി പെട്ടെന്ന് വരികയാണ്. അല്ലേ അതന്നെ മൂക്കുത്തി റിമൂവറല്ലേ വിട്ട് ശ്രീകുട്ടനെ അറിയാം, എനിക്ക് അറിയില്ല ഇന്നലെയും കൂടി വാങ്ങി കൊടുത്തേ. പറ. എന്റെ പെണ്ണത് വാങ്ങാറില്ല അറിയോ എന്താ ഇവനാ എന്ത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇങ്ങനെ അത് സക്ക് ചെയ്തിട്ട് സക്ക് ചെയ്തിട്ട് കിട്ടും. മൂക്കുത്തി ഞാൻ അതായിരുന്നു സ്റ്റുഡന്റ് ഇതാരാണ് യൂട്യൂബിലെത്തേ യൂട്യൂബ് ബ്ലാക്ക് ബ്ലാക്ക് ഹെഡ്സ് റിമൂവൽ. ഞാൻ നീ മനസ്സിലായി കൂടില്ല ഇങ്ങോട്ട് ആണോ എന്തോ ആയോ ഓക്കെ എന്തോ എന്ത് നോക്കിയിടുക. എന്ത് പ്രൊഡക്ട്സ് ടവൽ ഇത് മസാജർ നമ്മളെ പുറത്ത് ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ നമ്മളെ പാന്റിന്റെ ഈ സംഭവം ടൈറ്റ് ആക്കുക ടൈറ്റ് ആക്കുക. ഓക്കെ ബെൽറ്റ് ആ രണ്ട് സൈഡിലും വെക്കുന്ന You know what that is, right? I want to buy this. കിട്ടില്ലോ. ഓക്കെ I'm just running. And they are one. അതന്നെ ഹെയർ ബാൻഡ് മുടിയിലിടുന്ന ഐറ്റംസ് ഹെയർ ടൈറ്റ്. 3 വെച്ചിട്ട് മുടി വെക്കുന്നല്ല curl ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതും കൂടെ ഇത് മുടിയിലിടുന്നല്ലേ ഈ എടാ സാധനം ഇപ്പൊ റിപ്പീറ്റേഷൻ ഉണ്ട്, മനസ്സിലായില്ലേ? ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ മുടി ഇങ്ങനെ ഇങ്ങനെ ആക്കി അതന്നെ പറഞ്ഞ മുടിയിലിടുന്ന ഐറ്റംസ് അപ്പൊ അത് കണക്ഷൻ ടൈ ചെയ്യണ്ട പറഞ്ഞേ. അതന്നെ ടൈ ചെയ്യാനല്ല കേൾ ചെയ്യാൻ. ഓക്കെ അലോവേറ ജെല്ലി എന്തോ സാധനം എന്ന് പറഞ്ഞത്. അതാ ഞാൻ അല്ല ഇത് രണ്ട് പ്രൊഡക്റ്റ് ചെയ്യണം.
ഇന്ന് കോളേജ് ലീവ് അല്ലേ? ഇന്ന് കോളേജ് ലീവ് അല്ലേ? കോളേജ് ലീവാ സ്റ്റുഡന്റ്? ഓണം വെക്കേഷൻ ഓണം വെക്കേഷൻ. ഓക്കെ പറഞ്ഞോ ആയോ അതന്നെ. ഉരുട്ടുന്ന സാധനം കണ്ടാ മനസ്സിലാവും. എന്തിന് എന്തിനാന്ന് പറ. കുളിക്കുമ്പോ വരുത്തുന്നത്. മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. അതിന് ഉരുട്ടുന്ന സാധനം ഒരു നമ്മൾ സ്കിന്നിന് ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് റോളർ. റോളർ മസാജർ. മസാജർ ഇവനിങ് 1 point. അതന്നെ ആ. ഏറ്റവും makeup ഇട്ട് കഴിഞ്ഞാലാണ് വേറെ നീ പറഞ്ഞ നീ വേറെ മസാജറിന് തന്നെയാണ് പറഞ്ഞത്. മസാജർ നീ മേക്കപ്പ് ഇട്ടിട്ട് മസാജ് ചെയ്യില്ലല്ലോ. നീ മേക്കപ്പ് ഇട്ടിട്ട് കണ്ണല ആദ്യം ഒന്ന് പതുങ്ങിയാലും പിന്നെ കണ്ണയുടെ മനഃപൂർവ്വമാണ്. അറിയില്ല ഒന്നും അറിയില്ല എന്ന് കാണിച്ചിട്ട് ഒന്നും അറിയില്ല. അടിച്ചു എല്ലാരും പറയും ഇവന് ആരും കൊടുക്കണം വേണ്ട. ആരെ കൊടുത്തോ? ആരെ കൊടുത്തോ? ഇത് എല്ലാവർക്കും അറിയാം. ഇനി ഒറ്റയടിക്ക് പറയും. ഒറ്റടിക്ക് എന്താണ് കറക്റ്റ് വേർഡ് പറഞ്ഞത്? കാരണം ഇത് എന്തായാലും എല്ലാവർക്കും ഞാൻ അറിയാം. പറട്ടെ മനസ്സിലാക്കും. എന്താ? ആ. ഓക്കേ, വാ. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കുറച്ച് updated ആണ്. ഞങ്ങൾ അത്ര പഠിച്ചതല്ല. പ്രോഗ്രസീവ്. പോയിന്റ് കിട്ടുമ്പോ അത് മാല പുതിയ മോഡലാ. എഴുതിക്കാം. എഴുതി കഴിഞ്ഞു. എഴുതിയാ? ഓക്കേ. ഇനി തുടങ്ങി. മസാജർ. ഓക്കേ. ഡ്രസ് ഏ? ഡ്രസ് നോസിൽ മൂക്കിലിടുന്ന എവിടെ? നടുവില് ഇവിടെ ഇടുന്ന സെപ്റ്റംബർ ഞാൻ ഞാൻ ഇട്ട് നീ മൂക്കില് കൊള്ളുകയെന്നാ വിചാരിച്ചേ ഫസ്റ്റ് വലിയ ഫോട്ടോ ഞാനതിനെ ഡ്രസ്സിലൊക്കെ ആരെയും പറഞ്ഞ കണ്ടില്ലേ? കൊട ഇതെന്ത് തേങ്ങയാണോ? ഇത് ഓണത്തിന് കൊടല്ലത്. ഞാൻ ഓക്കേ. അപ്പൊ ചെറുപ്പത്തിൽ ഉപയോഗിക്കുന്നത്. അത്ര ചെറുപ്പത്തിൽ. എന്തെങ്കിലൊക്കെ പറയാം ഇപ്പൊ ശരിയായാലോ. എവിടെ യൂസ് ചെയ്യാം, എങ്ങനെ യൂസ് നിങ്ങള് ഗസ്റ്റ് അടിച്ചാലൊന്നും ഇവിടെ നിർത്തൂല. പിന്നെ കാണിച്ചു ഓക്കേ ആയാ? ഓക്കേ. ഇത് നമ്മള് കുളിച്ച് കഴിയുമ്പോ ഈ മുടിയില്ലേ നമ്മളെ ഹെയർ അത് ഇതിന്റെ ഉള്ളിൽ വെക്കും. എന്നിട്ട് മുടി set ആക്കുന്ന സാധനം. ഓക്കേ. ഒരു തന്നെങ്കിൽ എല്ലാവർക്കും ഹെയർ കെട്ടാനുള്ള സാധനമാണ്. എല്ലാവർക്കും പോയി കിട്ടും. ഹെയർ കെട്ടുന്ന ചെയ്യാന്ന് പറഞ്ഞത് മുടി വെട്ടുന്നു മുടി വെട്ടി കുളിച്ച് കഴിഞ്ഞാ എന്തിനാ സിപ്പൊക്കെ പറഞ്ഞേ. അതിലെ ചിരിക്കുന്നത് ഇത് ഷോക്കേസ് വെക്കുന്നുണ്ട്. കണ്ണേട്ടം കൊണ്ട് സാധിക്കും കണ്ണേട്ടാ. പൂവാണ്ട, പൂവില്ലാതെ ഇത് കണ്ടാ മതി. പർപ്പസ് പറഞ്ഞാ മതി. പൂവ് ആലോചിക്കണം. നിങ്ങൾക്ക് എന്തിനാണ് പൂവൊക്കെ വെച്ചിട്ട് എന്തിനാ പെൺകുട്ടികൾ കളിക്കാൻ നിൽക്കുന്നത്? കാരണം നീ നിന്നെ തല ഉപയോഗിക്കട. ഇവര് പലതും പറയും നോക്കട്ടെ. എന്റെ തലയിൽ ഞാൻ കണ്ടിട്ടില്ല. കണ്ണേട്ട ഇരിക്കാൻ കളി തോറ്റാ മോശാണ്. ഉപയോഗിക്കുന്നതാണ് രാവ് കേട്ടാ. നമ്മളെ വീട്ടിലുള്ള സാധനം. ആരാ? ഞാൻ പറയാം നീ തുടങ്ങി. ഐസ് ക്യൂബ് ഫേസ് മസാജർ. അതല്ല ഞാനും പറഞ്ഞില്ല. കണ്ണേട്ട ഫേസ് എന്ത്? ഫേസ് ഫേസ് പൂളാവാൻ വേണ്ടി. ഐസ് ക്യൂബ് ഇട്ടിട്ട് ഇങ്ങനെ ഐസ് ക്യൂബ്. അതുപോലെ എപ്പോഴും ചെയ്യാനുള്ളതാണ്. ഇതൊക്കെ നിങ്ങള് വീട്ടിൽ നിന്ന് ചെയ്യുന്ന സാധനങ്ങളല്ല. ഇതൊക്കെ സാധനം അറിയാം. ഇത് ഐസാണ്. ഐസിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് അപ്പൊ മസാജ് അപ്പൂ എങ്ങനെ വന്ന്? അപ്പൂ എങ്ങനെ വന്ന്? റോസ്മേരി അത് ഫേസിന് നല്ലതാ. റോസ്മേരി ഞാൻ പറഞ്ഞ ആ പൂവ് റോഡ് ശരിയാക്കാനാ. ഇവർക്ക് പോലും അറിയില്ല, ഗേൾസിന് പോലും അറിയാതെ നമ്മളെങ്ങനെ അല്ലല്ല അവർക്ക് മനസ്സിലായി. അത് സൂം ചെയ്ത് തരാൻ പറ്റും. ഒന്ന് പറഞ്ഞിട്ടാ ആരാ പറയുന്നത്? ഞാൻ പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു? അല്ല ഞാൻ ഇത് പറഞ്ഞെ. നീ പറഞ്ഞ നീ പറഞ്ഞ ഇവരൊക്കെ കുറെ സാധനം ഇത് മറ്റേ നമ്മള് നെയില് സെറ്റ് ആക്കുന്നത് മകൾ സെറ്റ് ആക്കുന്നത് ഇത് ക്യൂട്ടിക്കിൾ പുഷ് ചെയ്യാന്. ഞങ്ങൾക്ക് അജയിച്ചിരുന്ന സംഭവം ആ. പെട്ടെന്ന് എടുത്തോ. നിങ്ങൾക്കൊന്ന് വിശദമായി നോക്കാം. ആ ഗസ് സീരിയസ് ആക്കല്ലേ. എന്തോ റേസർ റേസറാ റേസർ. അത് എന്തോ മസാജർ എനിക്കറിയില്ല. ഫേസ് മസാജർ ഞാൻ പറഞ്ഞു. ശരിയാണെങ്കിൽ ആരും മാർക്ക് ചെയ്യണേ. ഫേസ് എന്ത് ഫേസ്? മസാജർ ഫേസിൽ എന്ത് വേറെ ചെയ്യുന്നുണ്ട്? പോക്കുന്നത്. അല്ല ഫേസിൽ എന്ത് ചെയ്യുന്നുണ്ട്? കളിക്കുക. മസാജർ. അതന്നെ.
ഇത് ഈസിയാ ശ്രീകോ. ഐലൈനർ ഞാൻ എത്തിയിട്ടില്ല. പറഞ്ഞോ പറയട്ടെ എന്റെ മോളിൽ അതന്നെ ഈ പുരികം സ്റ്റൈലിഷ് ആക്കുന്നത്. ഇങ്ങനെ മൂന്ന് പേർക്കും മാർക്കില്ല. അപ്പൊ നിങ്ങൾ ലിപ്സ്റ്റിക് അല്ല, ലിപ് ലൈനർ. ഈ അറ്റത്ത് കൂടെ വരെയാണ്. ഇത് അതിന്റെ ഉള്ളിൽ ലിപ്സ്റ്റിക് അല്ലേ? ആ ബൗണ്ടറി വരച്ചതിന് ശേഷം കഴിയില്ലേ ഇത് നിന്ന് സ്പെയർ ഇത് മറ്റേത് ഇതെനിക്കറിയാം അതല്ല സാധനമല്ല ഇതെല്ലാം പറയാതെ ഞാൻ പറയുമ്പോ തുടങ്ങാം. അല്ലല്ല ശ്രീകോ അതന്നെയല്ലേ ബ്രാൻഡ് നോക്ക്. അപ്പൊ ഒറ്റ അങ്ങനെ തന്നെയാ. ഷെയ്ലർ പ്ലക്കർ. ഞാന് ഡ്രൈ സ്കിൻ റിമൂവർ. അവിടുന്ന് ഇവിടുന്നൊക്കെ ശരിയോ അതല്ലേ ഞാൻ പറഞ്ഞത്. അവിടെ പറഞ്ഞോന്ന്. ശ്രീകുട്ടൻ ജയിച്ചു. ഇപ്പോഴാണ് എനിക്ക് കളി ചേച്ചീനെ എടുക്കണ്ട കേട്ടോ. പക്ഷെ അങ്ങനെ ക്ലൂ ഒന്നും കൊടുക്കരുത്, ആർക്കും ക്ലൂ കൊടുക്കരുത്. ആർക്കും ഇതെന്ത് കോലം ഇത് നമ്മുടെ വീട്ടിലുണ്ട്. ഇത് ചേച്ചിന്റെ അടുത്തുണ്ട് ഞാൻ ഇവിടെയും ഞാൻ കൊണ്ടുവന്നു. കണ്ടിട്ടുണ്ട് ഇവിടെ ഉണ്ട്. പാനൂരുണ്ടോ? കേളർ ഞാൻ അറിയില്ല, ഒന്നും അറിയില്ല. അത് മറ്റേ തിക്കോടി വന്ന് കേളയുന്ന കണ്ട് ശ്രീകുട്ടേട്ടനും കണ്ടിട്ടുണ്ട്. രാവിലെ റൂമിൽ തന്നെ കേരളെല്ലാം വെച്ച് രാവിലെ പറ്റിക്കാൻ കണ്ടാ മനസ്സിലാവൂലേ? അല്ലല്ല എന്നാ പറയട്ടെ. അടിച്ച് stitch ആക്കിയതാ. ഇത് മറ്റേ accident ആയിട്ട് മറ്റേ ഇതാണോ? അറിയാം കിട്ടിയ എല്ലാ രീതിയാ. കന്നഡ പറ. ജോലൈൻ തെറ്റാണ് ഇതാ, ജോലൈൻ. ജോലൈൻ. ഉദ്ദേശിച്ചുള്ളൂ. ഇനി കുറച്ചെല്ലാം നേരത്തെ പറഞ്ഞു കുറച്ചെല്ലാം. ചേച്ചിയുടെ കയ്യിലുണ്ട് കേട്ടോ. പേര് ഇതിന് കറക്റ്റ് പേര് ഏതാ? പേരറിയില്ല. ഇതിന്റെ പേരറിയില്ല. നിങ്ങള് ആർക്കെല്ലാം യൂസ് ഒന്നല്ല, ഇതിന്റെ പേര് തന്നെ പറയണം. എന്നാ ഞാൻ പറയാം. ക്യൂടെക്സ്. ക്യൂടെക്സ്. ചുണ്ടിലാക്കുന്നു ലിപ്സ്റ്റിക് പോലത്തെ എന്റെ പൊന്നോ, സമ്മതിച്ചു. ഇതോ അന്നൊന്ന് ലിപ്സ്റ്റിക് എങ്ങനെയാണ് അല്ല, ഇതിന് ഇവിടെ ഇത് പക്ഷെ മെയിൻ യൂസ് എന്താ? ലിപ്സ്റ്റിക് ആണിത്. അപ്പൊ ഇത് ലിപ്പിലിട്ട് ബാക്കി കണ്ണിലാക്കിയത് യൂസ് കന്നഡനൊരു മാർക്ക്. കന്നഡനൊരു ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക് പറഞ്ഞില്ല, എല്ലാ ഗേൾസും കന്നഡനൊരു മാർക്ക്. എല്ലാ ഗേൾസ് ഉപയോഗിക്കുന്നതാ. എന്റെ ഗേൾസ് ഉപയോഗിക്കില്ല എന്റെ ഗേൾസ് നമ്മൾ നാച്ചുറൽ നാച്ചുറൽ ഇതെന്താ മറ്റേ ഇവിടെ അടിക്കുന്നതായിരുന്നു അയ്യോ ഫസ്റ്റ് രാഹുൽ പറഞ്ഞു. ഹെയർ. അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തോ സംഭവം. ഓക്കെ തല. തല കേട്ടാ. കാലിന്റെ ബാക്കിൽ ഇങ്ങനെ വരുന്ന കാലിൽ ഒരു ഒരം പോലെ ഡ്രൈ സ്കിൻ ഇത് വേറെ ഒന്നും കോഴ്സ് എടുത്ത് പഠിച്ചു. കോഴ്സ് എടുത്തിട്ട് 2000 രൂപ. ഇവിടുത്തെ ഇങ്ങനെ ഒരു ഒരം നല്ല കാണണ്ടല്ലേ എല്ലോ പക്ഷെ നമ്മളെ വീട്ടിൽ ഭയങ്കര സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞോ? ഓക്കെ കറക്റ്റ് പേര് പറയാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എവിടെ ഉപയോഗിക്കുന്നെങ്കിൽ പറയണം. അയ്യാ ഓക്കെ തുടങ്ങിയോ? നെയിൽ ഷേപ്പർ. ആ, പിന്നെ നെയിൽ പോളിഷ്. പോലില്ല ഇങ്ങനെ അല്ല, ഈ നെയിലിന്റെ ഭാഗത്ത് സ്മൂത്ത് ആയിരുന്നു. നെയിലിന്റെ എവിടെ? നെയിലിന്റെ ഈ ഭാഗം ഈ അറ്റത്തും മറ്റേ ഇങ്ങനെ റബ്ബ് ചെയ്ത് അതന്നെ എവിടെയൊക്കെ ഓക്കെ മൂന്നാക്കും. മൂന്നാൾക്ക് ഒരു മാർക്കാണ്. നീ ഉപയോഗിക്കാത്തോണ്ടാ മേലെ എന്തിനാ ഉപയോഗിക്കുന്നത്? ഈ ഇങ്ങനെ തള്ളിക്കുന്ന പോലെ. ഓ അറിയാത്തവരെ ഇത് മറ്റേ ഇതൊക്കെ അറിയല്ലോ കണ്ടാൽ മനസ്സിലാകും. വിശ്വസിച്ചിട്ട് എഴുതുന്നുണ്ട്. മോശാട്ടോ. ഞാൻ പറയാം ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ. കോപ്പി അടിക്കണം എഴുതിക്കോ. അപ്പൊ ഞാൻ എഴുതിയെങ്കിൽ നമ്മളെ ഈ സമയം തന്നില്ല. അല്ല, നേരത്തെ പറഞ്ഞോ? ഇല്ല, സത്യസന്ധമായി പറഞ്ഞു. നേരത്തെ എഴുതാണ്ട് പറയായിരുന്നു. രാവിലെ എഴുതിയിട്ടില്ല, നേരത്തെ പറയായിരുന്നു. പറയുന്നത് അറിയാം
സീരിയസ്ലി മാർക്ക് കൊടുക്കണോ നിങ്ങളല്ല ശരിക്കും ഫൗണ്ടേഷൻ ഹിന്റ് ഒന്നതിനോടാ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ ഏട്ടൻ പറഞ്ഞൊന്നും അറിയില്ല. എന്താ ചെയ്യണ്ടേ അല്ല ആർക്കും വേണം മാർക്ക്. എല്ലാവർക്കും കിട്ടും തോന്നുന്നില്ല എല്ലാവർക്കും കിട്ടും തോന്നുന്നില്ല ഇത് ബോംബ് ശ്രീകുട്ടേട്ടന് ഇടയ്ക്ക് കിട്ടലുണ്ടാവും കറക്റ്റ് വേർഡ് പറയണം. എല്ലാരും എഴുതി കഴിഞ്ഞിട്ട് പറയണ്ടു. എല്ലാരും എഴുതിട്ട് പറയണ്ടു. ടൈം തന്നില്ല ആരും പറയുന്നത്. എക്സൈറ്റഡ് ആവല്ല നീ. ഓക്കെ പറ. ഇതിലാണ് സ്പോഞ്ചിന് പോഞ്ചാന്ന് മനസ്സിലായി എന്തിന് നമ്മളെ ഈ ഇവിടെ ഇങ്ങനെ റോഡ് ക്യാൻഡി കോട്ടൺ ക്യാൻഡി എന്തിനാ മുട്ടായിയാ? അത് പെണ്ണായിട്ട് എന്തോ ആണിന് എന്നോട് നിങ്ങളേക്കും കൂടുതൽ Zero. എല്ലാവർക്കും അത് ടാമ്പോൺസ് ആണ്. tampons സാധനം. മെൻസ്ട്രൽ കപ്പ് പോലെ ഒരു അതിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്ന ഒരു സാധനം. ഞാൻ ഈ ഷേപ്പ് അല്ല കണ്ടേ, വേറെ shape. ഓ വേറെ ഷേപ്പ് കണ്ടേ എവിടുന്ന നീ കണ്ടേ എവിടുന്ന നീ കണ്ടേ Next. അയ്യോ ഇതെനിക്കറിയായിരുന്നു. Okay. അതെനിക്കറിയില്ല എനിക്കറിയാം, ഞാൻ അസ്ലാം അറിയുന്നുണ്ടായിരുന്നു. ഏത് പാട്ടിലാ പറഞ്ഞ മാർക്ക് തരണേ? ആരെ മാർക്ക് ആ. തരണേ? ആയാ? ഏതാ പാട്ട് ഹെയർ ഐറ്റം വന്ന ഞാൻ Okay. ഹെയർ ഐറ്റം ഞാൻ കാലം എഴുതി ലെഗ് ഓ ലെഗ് ആയിട്ട് മാർക്ക്. എന്തൊരു എന്തിന് യൂസ് ചെയ്യുന്നോളൂ? അതറിയില്ല ആരെ മാർക്ക് തരുള്ളൂ? Atleast ബോഡി ഇവര് പാർട്ടോ? എന്താണ് കാല് ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ട ആ ലെഗ് പറഞ്ഞില്ലേ ലെഗ് അല്ലേ എവിടെ? കാലില് വെച്ചിട്ടുണ്ടോ? കാലെവിടെയാണ് ഇല്ല ഇല്ല മാർക്ക് കൊടുക്കാൻ പറ്റൂല. അര മാർക്ക് തരും അര മാർക്ക് തരാം ആരെ കൊടുക്കാം? ബോഡി പാർട്ട് പറഞ്ഞാൽ കൊടുക്കല്ലേ? നെയിൽ പോളിഷ് ഇടുമ്പോ ഈ കാലെല്ലാം അടുത്തെടുത്തല്ലേ ഓ വെള്ളം അതിന്റെ ഉള്ളിലേക്ക് സെപ്പറേറ്റ് ആക്കാൻ എനിക്കറിയായിരുന്നു വിട്ട് വിട്ട് വെക്കാൻ വേണ്ടി. ഇത് കയ്യില്ലാതെ കയ്യിലാന്ന് ആർക്കറിയില്ല. സൂം ചെയ്യോ അതായത് ഇതും വേണം, അയ്യോ. കോട്ടൺ ക്യാൻഡി കോമഡി ആ കോട്ടൺ ക്യാൻഡി അത് ഓക്കെ ഞാൻ കണ്ടേ പുതിയ നെയിൽ വെക്കുന്ന നെയിൽ വെക്കുന്നത്. ഓക്കെ നെയിൽ പോളിഷ് സെറ്റർ അത് ഉണങ്ങാതിരിക്കാൻ വേണ്ടിട്ട് ഉണങ്ങാതിരിക്കാൻ അല്ല ഇട്ടത് സെറ്റ് ആവാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് ഡസ്റ്റ് ഒന്നും വരാതെ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ. ജെൽ നെയിൽസ് ഒഴിവാക്കാൻ വേണ്ടിട്ട് Gel nails എന്നൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത്. ജെൽ നെയിൽസ് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് വെക്കൂലേ? പക്ഷെ അതിന് ഓപ്പോസിറ്റ് ഇതിനെ പിന്നെ അങ്ങനെ പൊട്ടിച്ചാ മതി. അരമാർക്ക് ഞാനൊക്കെ വരാണോ? എല്ലാവർക്കും സീറോ. ദേഴ് വെക്കുന്നത് അത് നിങ്ങളാ പറയണ്ടേ എവിടെ വെക്കുന്നതാണോ? അതൊന്നും പറയാൻ പറ്റില്ല അതൊന്നും പറയാൻ പറ്റില്ല അല്ല ഇത് വേണ്ട ഇത് വേണ്ട ഓഡിയൻസ് ആൻസർ പറ. നമ്മൾ എന്തിനാന്ന് പറഞ്ഞു. എന്തിനാണ് കറക്റ്റ് പറയണം. ഞാൻ പറയില്ല. ആരാ തുടങ്ങുന്നത്? ഞാൻ തുടങ്ങുന്നത്. ഞാൻ പറയാം. വേണ്ട അല്ല ഞാൻ ഇതല്ല ഇതല്ല ആദ്യം എഴുത് എഴുത് എഴുത്. അയ്യോ അയ്യോ, ഇതെന്ത് ഇത്? ഇത് പോയിന്റ് ഇട്ടാ മതി എവിടെയാന്ന് ജസ്റ്റ് പറഞ്ഞ പോലെ എന്തിനാ യൂസ് എന്നെ പറയാം. മനസ്സിലായി. ഓക്കെ. മോശമാവോ പറഞ്ഞത്? ഒരു മോശമില്ല. ഞാൻ എഴുതി എഴുതിച്ച് പ്രശ്നമില്ലല്ലോ. പ്രോഗ്രസ് ആ, ഞാൻ പറയാം. അതായത് ഇപ്പൊ സ്ലീവ്ലെസ് ഇടുന്ന സമയത്ത് ബ്രാ ഇടാൻ പറ്റാത്തതുകൊണ്ട് വെക്കുന്നല്ലേ ഇവിടെ ബ്രാ കപ്പ്. ആ അതന്നെ ബ്രാ ആ സംഭവം തന്നെ വെക്കുന്ന ആ കപ്പ് പോലത്തെ ഇത് പറഞ്ഞു. BRQ ഏ ശ്രീകുട്ടൻ ജയിച്ചു ശ്രീകുട്ടൻ എന്തിനാ ലോഗോന്ന് പറയണം. ആ അതൊക്കെ മാത്രം അറിയാം. ഓക്കെ എഴുതിക്കോ എഴുതിക്കോ. ആ എന്താ ജിയോ ആജിയോ. അറിയില്ല ഞാൻ ഒന്നും ഇതിലില്ല എനിക്കറിയാം. അജു അല്ലേ? ആജിയോ നല്ല ഓഫറിനുണ്ട്. പ്രമോഷൻ കൊടുക്കുന്നത് അജോയ്ക്ക് ഓക്കെ. അയ്യോ ഇത് പറഞ്ഞില്ലേ പിന്നെ ഞാൻ അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. എന്താ കരയിച്ച് ഉപയോഗിക്കുന്നതാണ് ഏച്ചി മാത്രല്ല ഒന്ന്. ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മള് ഹെയറിൽ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അതിങ്ങനെ സെറ്റാക്കി ഉപയോഗിച്ചിട്ട് ഇങ്ങനെയോ അതല്ലേ ഇതല്ല. ഹെയർ റിലേറ്റഡ് എന്തോ സംഭവം. മസാജർ തന്നെ ആ അതാക്കി മാർക്കണോ? അതാ പറ്റൂല മസാജർ കം സ്പ്രെഡർ ഹെയർ. ഇത് എഴുതിയിട്ടുണ്ട് പിന്നെന്താ പറയാത്തെ. മസാജർ ഓക്കെ ഓക്കെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ. ഓക്കെ ഇതൊക്കെ എന്റെ കയ്യിലുള്ളത് അപ്പൊ എന്തായാലും പറഞ്ഞേ പറ്റൂ. ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമോ ഫിസിക്കാമോ ഇത് മറ്റേ ഓൺലൈൻ ഉണ്ടാക്കില്ല. എഴുതിക്കോ എഴുതിക്കോ. ഒരു അറിയില്ല. എഴുതിയോ? എന്താ എഴുതിച്ച്? ഓക്കെ പറഞ്ഞു. മസാജർ മാത്രമേ ഉള്ളൂ. മസാജർ ഹെയർ മസാജ്. മൂന്ന് പേർക്കും സീറോ. എനിക്ക് തോന്നി അതല്ല കുളിക്കുമ്പോ യൂസ് ചെയ്ത ബാത്ത് ബ്രഷ് ആണ്. കയറൂലേ? അതാണോ ലോകം വേണ്ട? എഴുതി വെച്ചിരിക്കുന്നു
ഓക്കെ നെക്സ്റ്റ് ഇത് നേരത്തെ പറഞ്ഞതാണ്. പറഞ്ഞ സാധനം സെയിം കാണിക്കാൻ കാണിക്കില്ലല്ലോ. സെയിം കാണിക്കില്ല എന്ന് മനസ്സിലാക്കണം കേട്ടോ. ചെലപ്പോ നമ്മൾ പറയില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാണ് പറ്റില്ല, കളിയാ. ശരിയിരിക്കും ഒന്ന് കണ്ടാ തോന്നുന്നു ശരിയിരിക്കും ഓക്കെ എന്നാ നീ പറ. സബാഷ്. നേരത്തെ പറഞ്ഞത് സെയിം പറയില്ലാന്ന് പറഞ്ഞു. ഈ പറഞ്ഞില്ല പറഞ്ഞില്ല. ആ അതാണ് ഞാൻ മാറ്റി ഇതിവിടെ ഒട്ടിക്കുന്നതാണ്. എവിടെ ഒട്ടിക്കുന്നത് കയ്യിലോ കയ്യില് മോത്താ ഓക്കെ ബട്ട് പാഡ് ആണ് അടിച്ചു കയറിയിരിക്കുന്നു അത് ഏട്ടൻ കണ്ട് രാവിലെ ഏട്ടൻ കണ്ട് കാണാൻ വേണ്ടി ഓക്കെ ഇതെന്താണ് പറ്റിക്കൂടും. ബോയ്സ് ആ. ഇത് പുതു ബോയ്സ് ഉപയോഗിക്കുക. ഇതോ ഇത് ബോയ്സിന്റെ അല്ലാണ്ട് ഗേൾസിന്റെ അല്ല ഫോട്ടോ കൂടി കാണിച്ചു തരുമോ? മനസ്സിലാ. അന്ന് അത് വേണ്ട ഓക്കെ ഇനി ഇത് പറഞ്ഞു എല്ലാരും കിട്ടിയോ ഫേസിൽ മറ്റേ പിങ്ക് ഷെയ്ഡ് വരുന്നു ഇങ്ങനെ blushing. ബ്ലഷ് ചെയ്ത് തെറ്റ് ഇത് വേറെ അതന്നെ ബ്ലഷ് ആ പിന്നെ അതല്ല ഞങ്ങൾക്ക് അതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല ഐഡിയ ഇല്ല അതാ മൂത്തിടുന്ന സാധനം പിങ്ക് ഷെയ്ഡ് ഇല്ലേ എന്താ സാധനം ഇത് എന്ത് യൂസ് ചെയ്യുമ്പോ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും ആ blend ചെയ്ത plus. അതെ നമ്മള് ആ മതി മതി അല്ല ഇനി ഒരു മാർക്ക് നേടാനുള്ളതുണ്ട് കേട്ടോ ഇത് ഏതാ ലോഗോ പറഞ്ഞു തുടങ്ങട്ടെ പക്ഷെ ഞാൻ ഓർഡർ ചെയ്യാറില്ല. ഇനി എഴുതണേ എഴുതിയിട്ടാ പറയുന്നത് ഇനി 3 സംഭവം ഉണ്ട് അത് ഗേൾസ് റിലേറ്റഡ് ആയിട്ട് തന്നെ അത് എന്താ സംഭവം നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നേ പറഞ്ഞു Okay. ഓക്കെ തീരെ മനസ്സിലാക്കി. ആ ഓക്കെ ഇതൊരു ടെക്നിക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഗേൾസ് യൂസ് ചെയ്യുന്ന ഒരു ഇത് യൂസ് ചെയ്യുന്നതോ നമ്മൾ ഉദ്ദേശിച്ചല്ലോ അതിന്റെ പർപ്പസ് പറഞ്ഞാൽ പോലെ അല്ലേ യൂസ് ആ 2 തരത്തിലത് ആ 2-3 പർപ്പസ് പറയാം അതിൽ ശരിയാവുന്നവർക്ക് അരമാർക്കാണ് ഒന്ന് മൂന്നെണ്ണം പറയാം ആ ബഡ്സിൽ ഇങ്ങനെ കണ്ണിന്റെ ഇതില്ലേ കൺമശി പോലത്തെ ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ തേക്കും എന്നിട്ട് ഇവിടെ കൊത്തിട്ട് അതിനെന്താ വേണ്ടിട്ട് അങ്ങനെ ഒരു ആ ഒരു തേച്ചിട്ട് ഐബ്രോ അല്ല ആ ഇവിടെ ഇങ്ങനെ നീ ഒരു കുത്ത് വേണം. ആ കുത്തുവാണെ കുട്ടികൾക്ക് ഇങ്ങനെ കുത്തിയിടുള്ളൂ. അത് ഇങ്ങനെ കാണിച്ചാല് പിന്നെ നമുക്ക് എങ്ങനെയല്ല പർപ്പസ് എങ്ങനെ വേണമെങ്കിലും ആക്കാം. അല്ലേ എവിടെ വേണമെങ്കിലും കുത്താം ഇത് കണ്ണ് നമുക്ക് സ്മഡ്ജ് ആക്കാൻ യൂസ് ചെയ്യാം പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോക്കാനും പിന്നെ ചെറിയ കുട്ടികൾക്ക് കണ്ണ് എഴുതി സാധനം കൊണ്ട് ഏച്ചി ചെയ്യുന്ന സാധനമാണ് ഏട്ടൻ പറഞ്ഞത് ഇവിടെ പറയണ്ടേ ഈ കറുപ്പ് പൊടിന്റെ ഒക്കെ ഉള്ളതാ ഈ കണ്ണ് ഇതെന്താ ഉദ്ദേശിക്കുന്നത് കയ്യിൽ ഇങ്ങനെ ആക്കി വെച്ചെന്താ നമ്മളെ സീറ്റിന് മാച്ച് ആണോ നോക്കാൻ വേണ്ടിട്ടുള്ള എന്ത് സാധനം എന്തുവാകാമല്ലോ മറ്റേ കണ്ണിന്റെ ഇവിടെ ഉള്ളതാവാം ലിപ്സ്റ്റിക് ആവാം എന്താവാം നിങ്ങൾ എന്തിനാ പേർപ്പസ് അല്ലേ ചോദിച്ചേ കറക്റ്റ് പറയണം നിങ്ങളല്ലേ എന്താണ് ഇങ്ങനെ നമ്മൾ ചെയ്യുക അത് പറയാം അതെന്താണ് കളേഴ്സ് എന്താണോ സാധനം അതന്നെ നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്യൂല ഓരോ കളറ് ഇപ്പൊ നമുക്ക് ഒരു കളർ ഇഷ്ടപ്പെട്ടില്ല ജസ്റ്റ് ഇവിടെ തേച്ചു അതൊന്ന് ട്രൈ ഇത് മറ്റേ അത്ര തേക്കുന്ന പോലെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് അങ്ങനെയല്ല പല കളറുകൾ ട്രൈ ചെയ്യാം അതായത് Two mark ആ? നെയിൽ പോളിഷ് അതല്ല നിങ്ങൾക്ക് കളറ് ഇഷ്ടമാണെന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ സ്കിന്നിൽ അതന്നെ. നോക്കിയിട്ടാണ് ബ്ലഡ് ആവുന്നുണ്ടോ നോക്കാൻ സ്കിൻ ടോൺ മാച്ചിങ് നോക്കിയാണ് അതല്ലേ ഞാനും പറഞ്ഞ ലിപ്സ്റ്റിക്ക് അവര് പറഞ്ഞു കഴിഞ്ഞില്ല നീ ഇത് കാരണം ചേച്ചി ഞങ്ങൾക്ക് 2-3 ഉണ്ട് ചെറിയതിൽ ഒറ്റയ്ക്ക് ആർക്ക് 3 എഴുതിക്കും ആർക്ക് ഇത്ര മോനെ ഇനി നമുക്ക് നോക്കാം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഓരോരുത്തർ നേരെ Equal to മാത്സിൽ വളരെ Equal to കൊടുത്തോ? ഓക്കെ 1 2 3 4 5 6 7 8 അപ്പം നമ്മളുടെ തേർഡ് വിന്നർ വിന്നർ എന്ന് പറയുന്നത് തേർഡ് പ്ലേസിലുള്ളത് അര മാർക്കിന് വ്യത്യാസത്തിൽ ശ്രീകുട്ടൻ 18 points. അവിടെ നെക്സ്റ്റ് ഇനി സെക്കൻഡ് ആരാണ് ആരാ ആരാ പറഞ്ഞോ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും കല്യാണം അല്ല കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ശരിക്കും സെക്കൻഡ് ഇവനെ കൊടുക്കാം കാരണം കല്യാണം കഴിക്കാതാണ് 18 എത്തിയതില്ലേ കല്യാണം കഴിച്ചതുകൊണ്ട് എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല താല്പര്യമില്ല അത് ശരിയാണ് സെക്കൻഡ് മിസ്റ്റർ രാഹുൽ ഒരു 6 മാർക്കിൽ സെക്കൻഡ് നമ്മുടെ 23 പോയിന്റ്സിൽ ഇതാ ഗിഫ്റ്റ് കൊടുക്കാണ് ഈ ഫോൺ തന്നെ എനിക്ക് അതിന്റെ
അപ്പം ഇനി നാളെ കാണുന്നവരെ ഇത് പറയും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്താൻ അതാരെങ്കിലും പറയാൻ ശ്രീകുട്ടം പറയാം പറഞ്ഞോളൂ. പ്ലീസ് ഷെയർ. മതി. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ Bye. കാണുന്നവരെ എല്ലാവർക്കും ബൈ.